അതപ്പൂല്ലേ? ഇതേതോ വലിയ പെണ്ണ. എന്നാ പിന്നെ അവിടെ ഡാൻസ് ടീച്ചർ ആയിരിക്കും. അതെ അതെ, ഞാൻ അറിയാത്തൊരു ഡാൻസ് ടീച്ചർ. മച്ചിൽ ഒളിച്ചാലോ? ദേ ഫയൽവാനെ, സത്യം പറഞ്ഞോ, നിങ്ങൾ ഈ ഗാട്ടാ ഗുസ്തി നാട്ടു ഗുസ്തി എന്ന് പറഞ്ഞ് നാട് മുഴുവൻ തട്ടി നടന്നിട്ട് വല്ലയിടത്തുനിന്ന് അച്ഛനെ അന്വേഷിച്ച് വന്നാണോ? അടിച്ചു നിന്നെ പെടലിഞ്ഞ എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ? അറിഞ്ഞൂടാ, അത് തന്നെ. ആരാമേത്? ചിലപ്പോ നിന്റെ ചേച്ചി ആയിരിക്കും മോളെ, അച്ഛനോട് ചോദിക്കേ. അവളെ ഇപ്പൊ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന അവള് പറയണേ. ഞാൻ അവളെ ബാലേട്ടന്റെ വീട്ടിൽ കൊണ്ടോട്ടെ. എന്നും വീട്ടിൽ നേരം മീനും കൂട്ടി ചോറ് കിട്ടും, ചോദിക്കാതെ കാശും കിട്ടും. അത് മുടക്കരുത് പ്ലീസ്. പിന്നെ ഞാൻ ഇവിടെ എവിടെ കൊണ്ടുപോകും? എന്റെ വീട് ഫ്രീ ആണ് കേട്ടോ. താവിടെ ചിലക്കാണ്ട് വണ്ടി ഓടിച്ചാൽ മാത്രം മതി കേട്ടാ. ഞാൻ ഇവിടെ പറഞ്ഞ എനിക്കിപ്പോഴും സംശയം മാറുന്നില്ല, നിങ്ങൾ തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. ഇല്ലേ ബാലേട്ടാ, സത്യം കിട്ടും. അവളെന്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ്. എന്നാലും അവളെങ്ങനെ പഞ്ചാബിൽ നിന്ന് നിന്റെ അടുത്ത് കൃത്യമായിട്ട് എത്തിപ്പെട്ടു? അത് ഞാൻ പറഞ്ഞില്ലേ ബാലേട്ടാ, അവളുടെ വീട്ടിലാകെ പ്രശ്നമായി. അവളുടെ ചേട്ടൻ അവളുടെ കല്യാണം കഴിച്ചു ഉറപ്പിച്ചു. അപ്പൊ അവിടെ നിന്ന് ചാടിപ്പോന്നതാ. ഇവിടെ ആകുമ്പോ പിന്നെ അവൾ അന്വേഷിച്ച് ആരും വരില്ലല്ലോ. പത്തായത്ത് നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് പഞ്ചാബിന്നേ വരും. അത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, നമുക്കവിടെ 10,000 ഒളിപ്പിച്ചാലോ? തൽക്കാലം അവളെ ആരും കാണാൻ നിന്റെ വീട്ടിൽ ഒളിപ്പിക്കേ. നാളെ അമ്മാവനും അമ്മായും ഉണരാൻ വെച്ച അലാറത്തിന്റെ 1 മണിക്കൂർ മുന്നേ ഞാൻ എത്തിയിരിക്കും. എന്നിട്ട് നമുക്ക് സൗകര്യപൂർവ്വം ആലോചിക്കാം. ഓക്കെ അമ്മേ? എത്രയും 150. Put your phone in silent mode. അയ്യോ, Is that the akhada? What? Yes. Akhada. Okay. Come. ഇതെവിടെ ആയിരുന്നു? ഫ്രണ്ടാ. ഹായ് ചിപ്സ്. കൊടുത്തോ? എന്റെ കൊച്ചെ, ഇവനെ പറ്റി രണ്ടുപേരോട് അന്വേഷിച്ചിട്ട് പഞ്ചാബിൽ നിന്ന് പോന്നാ പോരായിരുന്നോ? ആ വണ്ടിക്കാശ് എങ്ങനെ ലാഭിക്കായിരുന്നു? എഴുതിട്ട് വാ, പുഷപ്പ് അടിക്ക്. Please don't come out until I call you. Okay? Okay, पर मुझे बहुत भूख लगी है. എന്നാ ബുക്കാ? ബുക്കല്ല, ബുക്ക്. വിശപ്പ്. ഈ പാതിരാത്രിയിലാണോ നിന്റെ വിശപ്പ്? ഒരെണ്ണം അല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട അവിടെ എണ്ണകാരെ ചിപ്സ്. മോനെ ദാസ, ഈ കുട്ടി നിന്റെ ഫ്രണ്ടാണോ അതോ ഗേൾ ഫ്രണ്ടാണോ? അതെ, പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നാളെ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ തൽക്കാലം ഇതാരും അറിയണ്ട. പിന്നെ നാളെ രാവിലെ അച്ഛനും അമ്മയും എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം. അക്കാര്യം ഞാൻ ഏറ്റു. മറക്കരുത്. മറക്കില്ല. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ്. എണ്ണ കാറിയതാണെങ്കിൽ എണ്ണ കാറിയ ചിപ്സ്. ഹലോ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. സോറി. തല്ലരുത്, കുറെ നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. ക്യാപ്റ്റൻ ടീച്ചർ എഴുന്നേറ്റിട്ടുണ്ട്. പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നേരിട്ട് പോയി. അതിഥി എവിടെ? രാവിലെ തന്നെ നല്ല ബുക്കുവാ, ഡൈൻ ടേബിളിലുണ്ട്. നിനക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിറങ്ങി. പിന്നെ സിലബസ് തീർക്കണം മനുഷ്യ, പരീക്ഷ വരുന്നത്. അച്ഛനമ്മ എത്തിയിട്ടുണ്ടാവല്ലേ? അച്ഛനമ്മ എത്തി, ഇനി എന്ത് ചെയ്യും? എന്നെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യ. അതപ്പൂല്ലേ? ഇതേതോ വലിയ പെണ്ണ. എന്നാ പിന്നെ അവിടെ ഡാൻസ് ടീച്ചർ ആയിരിക്കും. അതെ അതെ, ഞാൻ അറിയാത്തൊരു ഡാൻസ് ടീച്ചർ. മച്ചിൽ ഒളിച്ചാലോ? ദേ ഫയൽവാനെ, സത്യം പറഞ്ഞോ, നിങ്ങൾ ഈ ഗാട്ടാ ഗുസ്തി നാട്ടു ഗുസ്തി എന്ന് പറഞ്ഞ് നാട് മുഴുവൻ തട്ടി നടന്നിട്ട് വല്ലയിടത്തുനിന്ന് അച്ഛനെ അന്വേഷിച്ച് വന്നാണോ? അടിച്ചു നിന്നെ പെടലിഞ്ഞ എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ? അറിഞ്ഞൂടാ, അത് തന്നെ. ആരാമേത്? ചിലപ്പോ നിന്റെ ചേച്ചി ആയിരിക്കും മോളെ, അച്ഛനോട് ചോദിക്കേ.